സാമ്പത്തിക അവഗണനയ്ക്കെതിരെ വലിയ പ്രതിഷേധത്തിലേക്ക് കേരളം പോകുന്നത് നമുക്കറിയാം. മറ്റന്നാളാണ് ദില്ലിയിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക അവഗണനയ്ക്കെതിരെ വലിയ പ്രതിഷേധം അരങ്ങേറാൻ പോകുന്നത്. കേന്ദ്ര അവഗണനയ്ക്കെതിരായ കേരളത്തിന്റെ സമരം മറ്റന്നാൾ. സമരത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പുരോഗമിക്കുകയാണ്. ദില്ലിയിലെ ജന്തർ മന്ദറിലാണ് പ്രതിഷേധം. മോദി സർക്കാരിനെതിരായ കർണാടകയുടെ സമരം നാളെ നടക്കും. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്ന അവഗണനയ്ക്കും പ്രതികാര നടപടികൾക്കുമെതിരെ രാജ്യതലസ്ഥാനത്ത് ശക്തമായ സമരത്തിനൊരുങ്ങി കേരളം. മറ്റന്നാൾ 11 മണിക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും MLA-മാരും LDF MP-മാരും ദില്ലി ജന്തർ മന്ദറിലേക്ക് മാർച്ച് നടത്തും. വികസന മുരടിപ്പുണ്ടാക്കി സർക്കാരിന്റെ ജനസ്വാധീനം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടത്തുന്ന ആസൂത്രിത നീക്കത്തിനെതിരെയാണ് പ്രക്ഷോഭം. ഇന്ത്യ സഖ്യത്തിലെ എല്ലാ നേതാക്കളെയും സമരത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഞങ്ങളുടെ അഭ്യർത്ഥന ഈ സമരത്തിൽ പ്രതിപക്ഷവും പങ്കുചേരുന്ന സമയമുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് കപിൽ സിബൽ, അദ്ദേഹം വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരത് പവാർ വരുന്നുണ്ട്. ഫറൂഖ് അബ്ദുള്ളയെ വിളിച്ചിട്ടുണ്ട്. സ്റ്റാലിനെ നമ്മുടെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ പോയി സംസാരിച്ചു, അത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിനെ വിളിച്ചിട്ടുണ്ട്. ഒമർ അബ്ദുള്ള, മല്ലികാർജുൻ ഖാർഗെ, അതുപോലെ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം നാളെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ കർണാടക സർക്കാർ ദില്ലിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കും. സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ന്യായമായ വിഹിതം മോദി സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ പരാതി. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, MLA-മാർ, MLC-മാർ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുക്കും. മോദി സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ മറ്റന്നാൾ തമിഴ്നാട് MP-മാരും പ്രതിഷേധം നടത്തും. കൈരളി ന്യൂസ്, ദില്ലി.